ഹലോ ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മലയാളത്തിലെ പദശുദ്ധി എന്ന് പറയുന്ന പോർഷൻസ് ആണ്. അപ്പോൾ കുറച്ച് പദശുദ്ധി പഠിക്കാനായിട്ട് കുറച്ച് വേർഡ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പറയാം. ഓക്കെ. ആദ്യം വരുന്നത് അകർത്തൃകം. അകർത്തൃകമാണ്. ഓക്കെ. അകർത്തൃകം. അകർത്തൃകം എഴുതാൻ വലിയ പാടൊന്നുമില്ല. അകർത്തൃകം എളുപ്പമാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അക്രമാസക്തം അതുപോലെ തന്നെയാണ്. അക്രമാസക്തവും വലിയ പാടൊന്നുമില്ല. പിന്നെ അക്ഷന്തവ്യം. അക്ഷന്തവ്യം ഈ ഇന്ത നോക്കിക്കോണം. ഏത് ഇന്ദയാണ്? ഇന്ദ. ഇതാണ് അക്ഷന്തവ്യത്തിന്റെ ഇന്ദ. അടുത്ത അക്ഷിദ്വന്ദ്വം. അത് ഇപ്പൊ നമ്മൾ പദശുദ്ധിക്ക് ഇപ്പൊ നമ്മൾ സാധാരണ പറയുന്ന ഒരു രീതിയുണ്ട്. അതിൽ നിന്ന് മാറി ഈ പദശുദ്ധി പഠിക്കുമ്പോൾ ഇതിൽ എങ്ങനെയാണോ അക്ഷരം അതുപോലെ തന്നെ വേണം. ഇപ്പം അനുഗ്രഹീതൻ എന്നൊരു വേർഡ് വരുമെന്ന് വെച്ചോ. അപ്പൊ നമ്മൾ സാധാരണ എങ്ങനെയാണ് അനുഗ്രഹീതൻ എന്ന് പറഞ്ഞല്ല പോകത്തുള്ളൂ. അനുഗ്രഹീതൻ നമുക്ക് വരുന്നുണ്ട്. വേർഡ് താണ്ട് ഇവിടെ കിടപ്പുണ്ട് പഠിക്കാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇനി തൊട്ട് പറഞ്ഞ് പഠിക്കുമ്പോൾ അനുഗ്രഹീതൻ എന്ന് പറയണം. അനുഗ്രഹീതൻ അങ്ങനെ പഠിക്കുമ്പോൾ തെറ്റത്തില്ല. അപ്പൊ നമുക്കൊരു ഓപ്ഷൻ കാണുമ്പോൾ അനുഗ്രഹീതൻ അല്ല അനുഗ്രഹീതനാണെന്ന് നമുക്ക് ഓർമ്മ വരും. ഓക്കെ. അപ്പം അങ്ങനെ ഓരോ വേർഡ്സും. ഓക്കെ. അപ്പൊ നോക്കാം. അക്ഷന്തവ്യം നോക്കി. അക്ഷിദ്വന്ദ്വം. അക്ഷിദ്വന്ദ്വം നോക്കി. അഖിലം. അഖിലത്തിന് ഖായല്ല, നഖത്തിന്റെ ഖായാണ്. നഖത്തിന്റെ ഖായാണ് അഖിലം. ഓക്കെ. അത് ഓക്കെയാണ്. അംഗച്ഛേദം. അതും തെറ്റാൻ ഒരു ചാൻസ് ഉണ്ട്. അംഗച്ഛേദം വരുമ്പോ ഇച്ഛ. അച്ഛന്റെ ഛായാണ് എടുക്കേണ്ടത്. അച്ഛന്റെ ഛ. അംഗച്ഛേദം. അംഗച്ഛേദം. ഓക്കെ. നെക്സ്റ്റ് അങ്കുശം. അങ്കുശം തെറ്റുന്നത് എങ്ങനെയാണ്? നമ്മൾ ആ പൂജ്യം ഗു ഷ അങ്കുശം എന്ന് നമ്മൾ എഴുതി കളയും. അപ്പം അതല്ല, ഇങ്കായാണ് വരേണ്ടത്. അങ്കുശമാണ്. ഓക്കെ. അത് ഓക്കെ ആണല്ലോ. അടുത്ത അഗതി. അഗതിക്ക് താ തെറ്റാൻ ചാൻസ് ഉണ്ട്. അഗതി തായാണ്. അഗതി. ഓക്കെ. അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കുക. ആ ഉച്ചാരണം അതേപോലെ പറഞ്ഞു പഠിക്കുമ്പോൾ തെറ്റത്തില്ല. അടുത്ത അക്ലിഷ്ടം. അക്ലിഷ്ടത്തിന് തെറ്റാൻ അക്ലിഷ്ടം ചിലപ്പം തെറ്റാം. ഇഷ് പൂജ്യം ഡ ഇട്ടിട്ട് ഇങ്ങനെ തെറ്റാം. പക്ഷെ ഇതല്ല. എന്താണ്? ഡായാണ്. സാധാ ഡായാണ് എഴുതുന്നത്. ഓക്കെ. അക്ലിഷ്ടം. ഓക്കെ. ഇനി അടിമത്തം. നമ്മൾ അടിമത്തം എഴുതുമ്പോൾ തെറ്റുന്ന എവിടാന്നറിയോ? അടിമത്വം എന്ന് നമ്മൾ എഴുതി കളയും. പക്ഷെ അല്ല, പറഞ്ഞ് തന്നെ പഠിക്കണം. അടിമത്തം എന്ന് പറഞ്ഞ് പഠിക്കണം. അപ്പൊ തെറ്റത്തില്ല. ഓക്കെ. അടിമത്തം ഓക്കെ ആണല്ലോ. ഇനി അണ്ഡം. അണ്ഡം എങ്ങനെയാണ്? അണ്ഡം ഇങ്ങനെയാണ് എഴുതുന്നത്. അണ്ഡം. ഓക്കെ. അപ്പം വേറെ ഒന്നും വരരുത്. വേറെ ഡാ എന്നും വന്നേക്കരുത്. അണ്ഡം എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്. നായും ഡായും കൂടെ ചേരുന്നതാണ് അണ്ഡം. അടുത്ത അണ്ഡകടാഹു. അതുപോലെ ആ ഉണ്ടായാണ് വരേണ്ടത്. ഓക്കെ. അടുത്ത അണ്വായുധം. യുദ്ധം. ദാ ഏതാന്ന് ആദരിച്ചിടുന്ന ദായാണ് വേണ്ടത്. അണ്വായുധം. ഓക്കെ. അതൊക്കെ ആണല്ലോ. അടുത്ത അതിരഥൻ. ഇതിനകത്ത് തെറ്റാൻ പോകുന്നത് ഈ രണ്ടാമത്തെ ദായും ഇതുമായിരിക്കും തെറ്റാൻ പോകുന്നത്. അപ്പം അതിരഥൻ ഇങ്ങനെയാണ് വരേണ്ടത്. വേറെ ദാ എന്നും കയറി വരരുത്. രണ്ടാമത് നാദരിച്ചിടുന്ന ദായും പിന്നെ രഥത്തിന്റെ ദായാണ് വരേണ്ടത്. ഓക്കെ. അടുത്തത് അന്തസാരം. അന്തസാരം എങ്ങനെ എഴുതാം? സാരം എന്ന് എഴുതാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇസ എഴുതാം. അന്തസാരം എന്ന് എഴുതാം. ഓക്കെ ആണ്. നെക്സ്റ്റ് അധിക്ഷേപം. അധിക്ഷേപം എന്ന് പറയുമ്പോൾ വേറെ ധാ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഈ നാ തിരിച്ചിടുന്ന ധായാണ് വേണ്ടത്. ഈ ധായൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അധിക്ഷേപം നാ തിരിച്ചിടുന്ന ധാ. നെക്സ്റ്റ് അധമം. അതും അതേപോലത്തെ ധായാണ് വരുന്നത്. അടുത്ത അതിഥി. അതിഥി ഈ ധാ നമ്മൾ എഴുതാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇത് തെറ്റാണ്. ഏതാണ്? ധി ആണ് വരേണ്ടത്. നെക്സ്റ്റ് അധ്യാപകൻ. അധ്യാപകൻ ഈ ധായും ഇടാം. ഇതും റൈറ്റ് ആണ്. ഇതും റൈറ്റ് ആണ്.
ഓക്കെ, അധ്യാപകൻ. അടുത്തത് അശേഷം. ഓക്കെ, അത് പാടില്ലല്ലോ, അശേഷം. അടുത്തത് ആസ്തിക്യം. ആസ്തിക്യം. ആസ്തിക്യം എന്ന് എങ്ങനെ എഴുതുന്നത്? ആ ഇസ് തിക്യം. വേറെ താ കയറി വരരുത്. ആസ്തിക്യം. ആസ്തിക്യം. അടുത്തത് അഗാധം. അഗാധത്തിന് ഈ ധാ വരാൻ തെറ്റാൻ ചാൻസ് ഉണ്ട്, പക്ഷെ ഇതല്ല. അഗാധം ആണ്. ഓക്കെ. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും വേർഡ്സ് പഠിച്ചു. ഏതൊക്കെയാ പഠിച്ചത്? അകർത്തൃകം, അക്രമാസക്തം, അക്ഷന്തവ്യം, അക്ഷിദ്വന്ദ്വം, അഖിലം, അംഗച്ഛേദം, അങ്കുശം, അഗതി, അക്ലിഷ്ടം, അടിമത്തം, അണ്ഡം, അണ്ഡകടാഹം, അണ്വായുധൻ, അതിരഥൻ, പിന്നെ അന്തസ്സാരം, അധിക്ഷേപം, അധമം, അതിഥി, അധ്യാപകൻ, അശേഷം, ആസ്തിക്യം. ഓക്കെ, അപ്പൊ ഇത്രയും വേർഡ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ബാക്കി എത്രണ്ണം പഠിച്ചു? 23 പഠിച്ചു. നമുക്കൊരു 150 എങ്കിലും ഈ പാർട്ടിൽ പഠിക്കണം. 2 പാർട്ടായിട്ടായിരിക്കും ഞാൻ തരുന്നത്. അപ്പൊ ഈ പാർട്ടിൽ ഒരു 150യോളം പഠിക്കണം. ഒരു 300 വേർഡ്സ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി വരുന്ന VFA, ബെക്കോ LD, എല്ലാ പരീക്ഷയ്ക്കും, ഡിഗ്രി ലെവലായാലും 10th ലെവലായാലും +2 ലെവലായാലും എല്ലാത്തിനും ഉപകാരപ്പെടുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പം അടുത്തത് ആധ്യാത്മികം. ആധ്യാത്മികം എങ്ങനെയാണ് ആധ്യാത്മികം എന്ന് എഴുതുന്നത്? ആധ്യാത്മികം. ഇത് ശ്രദ്ധിച്ചോണം, ഇതും ശ്രദ്ധിച്ചോണം. ഇത് രണ്ടുമാണ് തിരിഞ്ഞു പോകുന്നത്. ആധ്യാത്മികമല്ല, ആധ്യാത്മികമാണ്. ഓക്കെ, അതൊക്കെയാണ്. അടുത്ത അഞ്ജലി. അഞ്ജലിക്ക് എങ്ങനെയാണ് തെറ്റുന്നത്? എങ്ങനെയാണ്? ഞായും ജായും കൂടെയാണ് ഇടേണ്ടത്. ചിലവര് ജായും ഞായും കൂടി ഇട്ട് കളയും. അഞ്ജലിയാണത്. ഇത് അഞ്ജലി. ഇത് അഞ്ജലിയാണ് വരുന്നത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ. ഓക്കെ, അതൊക്കെ. അടുത്തത് അനുരഞ്ജനം. 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 ഓക്കെ, അനുരഞ്ജനം. ഇഞ്ച. ഇഞ്ച ആണ് അവിടെ. ഓക്കെ, അവിടെ ഉള്ളത് ഇഞ്ചയാണ്, ശ്രദ്ധിച്ചോണം. ഇനി അനന്തിരവൻ എന്നല്ലേ നമ്മൾ സാധാരണ പറയുക, അനന്തിരവൻ. പക്ഷെ പദശുദ്ധി അങ്ങനെയല്ല കറക്റ്റ്. അനന്തരവനാണ്. അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കുക. അനന്തരവൻ. അനന്തിരവൻ അല്ല, അനന്തിരവൻ. എന്റെ അനന്തിരവൻ എന്നല്ലേ പറയുന്നത്, പക്ഷെ അല്ല, അനന്തരവനാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു പഠിക്കുക. അനന്തരവൻ, അനന്തരവൻ, അങ്ങനെ പറഞ്ഞു പഠിക്കുമ്പോൾ തെറ്റത്തില്ല. ഓക്കെ, അനന്തരവൻ, അത് ഓക്കെ. അടുത്തത് അനുഷ്ഠാനം. തെറ്റുന്നത് ഷായും ഈ ഡായും ആയിരിക്കും തെറ്റുന്നത്. അപ്പം ഇതല്ല, ഷായും പൂജ്യം ഡായും ആണ്. ഓക്കെ, അടുത്തത് അന്തഃഛിദ്രം. അന്തഃഛിദ്രത്തിന് ഈ ഛ എഴുതാൻ ചാൻസ് ഉണ്ട്, ഇച്ഛ എഴുതാൻ ചാൻസ് ഉണ്ട്. ഇതെല്ലാം തെറ്റാണ്. എന്താണ്? ഷായും ഛായും കൂടെ വരുന്നത്. ഇഷ്ടി, ഇസ്തിദ്രം, അന്തഃഛിദ്രം. അടുത്തത് അസ്ഥിവാരം. അസ്ഥിവാരം എന്നുള്ളത് എങ്ങനെയാണ്? ഓക്കെ, അസ്ഥിവാരം സായും തായുമാണ്. ഞാൻ ഓർത്തു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടോ, ആസ്തിക്യം. അസ്ഥിവാരം ഒരു സ്വത്ത് വകകളൊക്കെ സംബന്ധിച്ചത് ഇസ് തായ്, ആസ്തിക്യം. അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് നെക്സ്റ്റ് വരുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അല്ല, ഇനി വരുന്നത് തായും തായും കൂടെ ചേർന്നതുണ്ട്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. അസ്ഥിവാരവും ആസ്തിക്യത്തിനും സായും തായും കൂടെയാണ്. ഓക്കെ, അടുത്തത് അസ്ഥിപഞ്ജരം. അസ്ഥിപഞ്ജരം. അസ്ഥി കണ്ടോ, മാറി വന്ന് കണ്ടോ, അസ്ഥിപഞ്ജരം. ഓക്കെ, അസ്ഥിപഞ്ജരം. അടുത്തത് അസ്വാസ്ഥ്യം. ഒരു ബോഡിയായിട്ട് സംബന്ധിക്കുന്നത് എന്ന് അങ്ങനെ ഒരു ജസ്റ്റ് ഒരു ക്ലൂ അങ്ങനെ വെച്ചിരുന്നാൽ മതി, ഓർക്കാൻ പറ്റും. അസ്വാസ്ഥ്യം. ഇസ്ത കണ്ടോ ഇവിടെ വന്നേക്കുന്നത്. അടുത്ത അദ്വിതീയം. അദ്വിതീയം. ഇതായാണ് അദ്വിതീയം. ഓക്കെ, അദ്വിതീയം എന്നിങ്ങനെയാണ് എഴുതുന്നത്. അതും ഓക്കെയാണ്. അടുത്ത അധകൃതൻ. അധകൃതൻ എങ്ങനെ എഴുതും? അധ, അധകൃതൻ. ബാക്കി ഓക്കെ. അടുത്തത് അധപതനം. അതുപോലെ ധായാണ് വരേണ്ടത്. ഇനി അധിഷ്ഠിതം. അധിഷ്ഠിതം വന്ന് കണ്ടോ എങ്ങനെയാണ്? പൂജ്യം ഉണ്ടായാണ് ലാസ്റ്റ് വരുന്നത്. പൂജ്യം ഉണ്ടായാണ് വരുന്നത് ഷായുടെ കൂടെ. അടുത്ത അനുഗ്രഹീതൻ. അത് നേരത്തെ പറഞ്ഞതാണല്ലോ. അനുഗ്രഹീതനല്ല, ഗൃഹമാണ്. ഗൃഹീതൻ. അനുഗ്രഹീതൻ. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ അനുഗ്രഹവും അനുഗൃഹീതനും വ്യത്യാസമുണ്ട്. അനുഗ്രഹം ഗ്രഹയാണ്, അനുഗൃഹീതൻ ഗൃഹമാണ്. ഇത് ഓക്കെ, അത് രണ്ടും ആലോചിക്കണം. അടുത്ത അനുവാദകൻ. ഡായാണ് അവിടെ തിരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളത്. അനുവാദകൻ.
നെക്സ്റ്റ് അനുച്ഛേദം, അതിനും ഇച്ഛ, ഛേദം. ഓക്കെ, ഞാൻ ഇതെല്ലാം വേർഡ്സ് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം ഇത് ഓർത്ത് വെക്കാനൊക്കെ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അടുത്തത് അന്വേഷണം, അന്വേഷണം. നെക്സ്റ്റ് അന്ധകരണം, അന്ധകരണത്തിന് എങ്ങനെയാണ് ആ അന്ധകരണം. അടുത്തത് അപകർഷം, അപകർഷം വെറും ഷായാണ്, ഇക്ഷയല്ല. ഓക്കെ, ഇക്ഷയല്ല, വെറും ഷായാണ്. നെക്സ്റ്റ് അപകൃഷ്ടം, ഷായുടെ അടി വരുന്ന ഡ ഏതാണ് ശ്രദ്ധിച്ചോ. ഓക്കെ, അടുത്തത് അപഗ്രഥനം, അവിടെ ധാ തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, ഗ്രഥനം. അടുത്തത് അഭിപ്രായൈക്യം, അഭിപ്രായൈക്യം എങ്ങനെയാണ് എഴുതുന്നത്, യൈ വരണം. അഭിപ്രായം വരെ അറിയാലോ, പ്രാ വരെ എഴുതിയിട്ട് യാ എഴുതുന്നതിന് പകരം യൈ എഴുതണം, ഇക്യമും ചേർക്കണം. അപ്പം അഭിപ്രായൈക്യം. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ്, ആധ്യാത്മികം, അഞ്ജലി, അതുപോലെ തന്നെ പറഞ്ഞു പഠിക്കണം, അല്ലെങ്കിൽ നമുക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ കൺഫ്യൂഷൻ ആവും ഇത് ഏതാണെന്ന്. നമ്മൾ പറഞ്ഞു പഠിക്കുന്നത് എങ്ങനെയാണോ അത് തന്നെ അവിടെ വരണം. ഇപ്പൊ അനുഗ്രഹീതൻ, അനുഗ്രഹീതൻ എന്നായിരുന്നു നമ്മൾ ഇത്രയും നാൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പം അനുഗ്രഹീതനാവുമ്പോ കുറച്ചും കൂടെ എളുപ്പമുണ്ട്. അനുഗ്രഹീതനാണ്, അപ്പൊ ഓപ്ഷൻ കാണുമ്പോൾ ഗ്രഹീതനല്ല ഗ്രഹീതനാണെന്ന് അപ്പൊ തന്നെ ഓർമ്മ വരും. ഓക്കെ, അപ്പം അടുത്ത കുറച്ച് വേർഡ്സ് ആണ്. അടുത്ത വേർഡ്സ് ഏതൊക്കെയാണ്, അപരാധി, അവിടെ തെറ്റാൻ ചാൻസ് ഉള്ളത് ഏതാണ്, ധായാണ്. അപരാധി, അപരാധി, അപരാധി തെറ്റാൻ ചാൻസ് ഉണ്ട്. അടുത്തത് അഭ്യുദയകാംക്ഷി, അവിടെ എന്താണ് ദ, അഭ്യു ആണ് വേണ്ടത്, അഭ്യുദ ഈ ധായാണ്, അഭ്യുദയകാംക്ഷി ഇക്ഷയാണ് വരേണ്ടത്. ഓക്കെ, അതും തിരിയത്തില്ലല്ലോ. അടുത്തത് ആവർത്തിക്കുക, അതറിയാം. ഇനി നമ്മൾ പറയും അടിയന്തരാവസ്ഥ, അടിയന്തരാവസ്ഥ എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അങ്ങനെയല്ല പറയേണ്ടത്. എങ്ങനെയാണ് പറയേണ്ടത്, അടിയന്തിരാവസ്ഥ എന്നാണ് പറയേണ്ടത്. അടിയന്തിരാവസ്ഥ, അടിയന്തിരാവസ്ഥ എന്നാണ് പറയേണ്ടത്. ഓക്കെ, അടിയന്തിരാവസ്ഥ, അടിയന്തിരാവസ്ഥ എന്നാണ് പറയേണ്ടത്. ഓക്കെ, നമ്മൾ ഇത് ഇല്ലാതെയാണ് ഇത്ര നാൾ പറഞ്ഞുകൊണ്ടിരുന്നത്, പക്ഷെ അത് വേണം. അടിയന്തരാവസ്ഥയല്ല, അടിയന്തിരാവസ്ഥയാണ്. ഓക്കെ, അതും ക്ലിയർ. അടുത്തത് അടിസ്ഥാനം, അടിസ്ഥാനത്തിന് തിരിഞ്ഞു പോകുന്നത് ഇവിടുത്തെ ഇതാണ് തിരിഞ്ഞു പോകുന്നത്. അടുത്തത് അഭിവാഞ്ച, അഭിവാഞ്ച എന്ന് പറയുമ്പോൾ ഇഞ്ച എഴുതാൻ ചാൻസ് ഉണ്ട്, ഇഞ്ച അല്ല, ഞായും ഇഷ്ടായും കൂടെ, അഭിവാഞ്ച എന്നുള്ളതാണ് വരേണ്ടത്. ഓക്കെ, അടുത്തത് അഭ്യസ്ത വിദ്യൻ, അഭ്യസ്ത വിദ്യൻ, വിദ്യൻ തായാണ് വരേണ്ടത്. ഓക്കെ, അത് ഓർത്തോണം. അടുത്തത് അയ്യമ്പൻ, എങ്ങനെയാണ് വരേണ്ടത്, അയ്യമ്പൻ ഇമ്പായാണ് വരേണ്ടത്. ചിലപ്പോൾ നമുക്ക് അയ്യമ്പൻ ബാ വരാൻ എഴുതാൻ ചാൻസ് ഉണ്ട്, തിരിഞ്ഞു പോകാൻ. അല്ല, അയ്യമ്പൻ ഇമ്പായാണ് വരേണ്ടത്. നെക്സ്റ്റ് അർത്ഥന, അർത്ഥനായിക്ക് ധാ തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, അത് നോക്കണം. അർത്ഥന. അടുത്തത് ആവശ്യം, ഇങ്ങിനെ, ഇങ്ങിനെ എന്നൊക്കെ എഴുതി വെക്കും ചിലപ്പം. ഇങ്ങിനെ ഇതാണോ കറക്റ്റ് എന്ന് ആലോചിക്കും, പക്ഷെ അത് റോങ് ആണ്. ഇങ്ങനെയാണ് ശരിയായിട്ടുള്ളത്. അടുത്തത് അല്ലെങ്കിൽ, അല്ലെങ്കിൽ അത് തിരിയാൻ ചാൻസ് ഇല്ല, അല്ലെങ്കിലാണ്, ഇല്ലയാണ്, അല്ലെങ്കിൽ. അടുത്തത് ഐതിഹാസികൻ, ഐതിഹാസികൻ, ഐതിഹാസികൻ. ഓക്കെ, ഐതിഹാസികൻ, അതും തിരിയാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. നെക്സ്റ്റ് ഈശ്വരേച്ഛ, അവിടെ വരുന്നത് ഇഷ്ട, ഈശ്വരേച്ഛ, അച്ഛന്റെ ച, ഈശ്വരേച്ഛ. ഓക്കെ, അതാണ് തിരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളത്. ഉച്ഛിഷ്ടം, ഉച്ഛിഷ്ടത്തിനും ആ ച വരണം, ഷാഡ് അടിയിലുള്ള ദ, അതും ശ്രദ്ധിക്കണം. അടുത്തത് ഉദ്ഗ്രഥനം, ഈ ധായും ശ്രദ്ധിക്കണം, ഈ നാലാമത്തതും ശ്രദ്ധിക്കണം, ഉദ്ഗ്രഥനം. അടുത്തത് ഉദ്ഘാടനം, ഉദ്ഘാടനം ധായാണ്, അവിടെയും തിരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളത്. അടുത്തത് ഉദ്ഘോഷം, ഉദ്ഘോഷം ദാ ഇവിടുത്തെ ദാ നോക്കിക്കോണം. ഉദ്ഘോഷം, ഉദ്ഘാടനം, ഉദ്ഘാടനം, ഇതിനെല്ലാം ദാ ഇതാണ്, ഈ ദായാണ് എടുക്കേണ്ടത്. നെക്സ്റ്റ് ഊർധ്വഗതി, ഊർധ്വഗതി എന്ന് പറയുമ്പോൾ ഊർധ്വഗതിയാണ് എടുക്കേണ്ടത്. ഓക്കെ, ഗതിയാണ്, തായാണ് ലാസ്റ്റ് വരുന്നത്. അടുത്തത് ഉയർത്തെഴുന്നേൽപ്പ്, ഉയർത്തെഴുന്നേൽപ്പ് എന്ന് നമ്മൾ പറയും, പക്ഷെ ഉയർത്തെഴുന്നേൽപ്പല്ല, ഉയിരാണ് എഴുന്നേൽക്കുന്നത് എന്ന് ഓർക്കുക. ഉയിർത്തെഴുന്നേൽപ്പ്. ഓക്കെ, ഉയിരാണ്, ഉയർത്തെഴുന്നേൽപ്പല്ല, ഉയിർത്തെഴുന്നേൽപ്പാണ്. അടുത്തത്
അസ്ഥി കൂടം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബോഡിയായിട്ട് ബന്ധപ്പെട്ടതെന്ന് ഞാൻ ഒരു കോഡ് പോലെ പറഞ്ഞില്ലേ അതാണ് അസ്ഥി. സ്ഥാ കണ്ടോ? അസ്ഥി. ഓക്കെ, ആസ്തിക്യത്തിന് തായാണ്. ഓക്കെ, ഇനി അസ്തപ്രജ്ഞൻ. അസ്തപ്രജ്ഞൻ ഇഞ്ച ഞായും ജായും കൂടെ വരുന്നത് അത് ഓർക്കണം. അടുത്തത് ആപാദചൂഡം. ആപാദചൂഡത്തിന് ഡാ ഓർത്തോണം. ആപാദചൂഡം എന്നുള്ളതിന്റെ ഡാ ഏതാണെന്ന് ഓർക്കണം. നെക്സ്റ്റ് ആവൃത്തം. ആവൃത്തം. ആവൃത്തം എന്നുള്ളതിന് വൃ ആണ്. വ്ര അല്ല, ആവൃത്തം അല്ല, ആവൃത്തമാണ്, ഓർക്കണം. അടുത്തത് ആഢ്യത. ആഢ്യത എന്നുള്ളതിന്റെ ഢ കണ്ടോ? ആഢ്യത. ആ ഡായാണ് തിരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളത്. അടുത്തത് അഷ്ടമംഗല്യം. അഷ്ടമംഗല്യം എന്നുള്ളതിന് മ ങ ഗല്യം. അഷ്ടമംഗല്യം. അഷ്ടമംഗല്യം ഇങ്ങനെയാണ് എഴുതുന്നത്. തിരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതാണ് അഷ്ടമംഗല്യം. അടുത്തത് അഷ്ടൈശ്വര്യം. അതുപോലെ ന്ന് എഴുതി വെക്കാം. ഓക്കെ, അഷ്ടൈശ്വര്യം. ശ്വര്യം പിന്നെ അറിയാലോ, ഐശ്വര്യം എന്നുള്ളതിൻ്റെ. അടുത്തത് ആജാനബാഹു എന്നുള്ളത് നമ്മൾ ഇത്രയും നാൾ പഠിച്ചുകൊണ്ടിരുന്നത് പറയുന്നത് ഓ ആജാനബാഹു എന്നല്ലേ പറയുന്നത്. അല്ല, ഇനി എങ്ങനെയാണ് പറഞ്ഞു പഠിക്കേണ്ടത്? ആജാനുബാഹു. ആജാനുബാഹു എന്ന് പറഞ്ഞു പഠിക്കണം. ഓക്കെ, ആജാനുബാഹു എന്ന് പറഞ്ഞു പഠിക്കണം. അടുത്തത് ആശ്ചര്യം. ഇഷ്ട. ഇഷ്ടയാണ് വരേണ്ടത്. അടുത്തത് ആഡംബരം. ആഡംബരത്തിന് ആഡംബരം ഒരു പ്രൗഢി തോന്നിക്കുന്ന വേർഡ് ആണെങ്കിലും പക്ഷെ ഡാ എന്താണ്? സോറി, ഡാ എന്താണ്? സാധാരണ ആഡംബരം. ആഷാഢത്തിനോ അകത്തോട്ട് ഉണ്ട്, കെട്ടുണ്ട്. ആഷാഢം ആണ്. ഓക്കെ, അടുത്തത് മുഖാന്തരം. ഇനി മുഖാന്തരം ഖ ശ്രദ്ധിക്കണം. ഇനി മുന്നാക്കം, പിന്നാക്കം, അത് ശ്രദ്ധിക്കണേ. മുന്നോക്കം. മുന്നോക്കം എന്നല്ലേ നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത്? മുന്നോക്കം അല്ല, മുന്നോക്കം തെറ്റാണ്. എന്താണ്? മുന്നാക്കമാണ്. അതുപോലെ ഉണ്ട് പിന്നാക്കം, അതിന് നമ്മൾ പഠിക്കും. പിന്നാക്കവും അതുപോലെയാണ്, പിന്നോക്കം അല്ല, പിന്നാക്കമാണ്. ഓക്കെ, മുന്നാക്കം. അടുത്തത് യശശരീരൻ. യശശരീരന് തെറ്റിപ്പാൻ ചാൻസ് ഉള്ളത് ഇവിടെയാണ്. ഇങ്ങനെ എഴുതാം. ഇത് രണ്ടും ശരിയാണ്. അടുത്തത് മേഖല. തെറ്റാൻ സാധ്യതയില്ല. മേഖല നോക്കിയാൽ മതി. നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള വേർഡാണ് മേഖല, അല്ലെ? അടുത്തത് യാദൃശ്ചികം. അതിനും ഇച്ഛ. യാദൃച്ഛികം ആണ് വേണ്ടത്. യൗവനം. യൗവനത്തിന് തെറ്റാൻ ചാൻസ് ഉള്ളത് നമ്മൾ യൗവനം ഇങ്ങനെ എഴുതി വെക്കും. അല്ല, എങ്ങനെയാണ് എഴുതേണ്ടത്? യൗവനം. യൗവനം എന്നാണ് എഴുതേണ്ടത്. അടുത്തത് രക്ഷാകർത്താവ്. രക്ഷകർത്താവല്ല, രക്ഷാന്ന് വേണം. അതാണ് നമ്മൾ സാധാരണ തെറ്റാറ്. അടുത്തത് രാപ്പകല്. തെറ്റാറില്ല. ഇപ്പ അല്ല, പായാണ്. അടുത്തത് രോഗഗ്രസ്തൻ. അതിന് ഇസ്തായാണ് തെറ്റാൻ സാധ്യതയുള്ളത്. അടുത്തത് ലബ്ധ പ്രതിഷ്ഠ. ദ. ലബ്ധ. ബയും ദായും കൂടെ ഉള്ളത്. ലബ്ധ പ്രതിഷ്ഠ ലാസ്റ്റ് ഷായും പൂജ്യം ഡായും ആണ്. ഓക്കെ, അടുത്ത ലാഞ്ചന. ലാഞ്ചന എന്ന് പറയുമ്പോൾ ഞായും ജായും അല്ല, ഞായും ഇഷ്ടായുമാണ്. അടുത്ത ലൗകികമാണ്. ഗായല്ല, കായാണ്. ഓക്കെ, ലൗകികമാണ്. അടുത്തത് വങ്കത്വം. വങ്കത്വം ഇങ്കായാണ്. അടുത്തത് വസ്തുനിഷ്ഠം. നിഷ്ഠം. ഓക്കെ, അടുത്തത് വഷളത്വം അറിയാം. വർധന. ഇത്ത ഏതാണെന്ന് നോക്കണം. അടുത്തത് വരിഷ്ഠം. വരിഷ്ഠം അങ്ങനെ ഷായും പൂജ്യം ഡായുമാണ് വരിഷ്ഠം. അടുത്തത് വായനാശീലമാണ്. വായനശീലമാണ്. ഓക്കെ, വിഡ്ഢിത്തം. വിഡ്ഢിത്തത്തിന് ഈ ഒരു സാധാരണയും ഒരു അകത്തോട്ട് കയറ്റുന്നതും അങ്ങനെയാണ് എഴുതുന്നത്. ഓക്കെ, അത് ചന്ദ്രക്കലയിട്ടും എഴുതാം. വിമ്മിഷ്ടമല്ല, വിമ്മിട്ടമാണ്. വിമ്മിഷ്ടമല്ല, വിമ്മിട്ടമാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? അഷ്ടമംഗല്യം, അഷ്ടൈശ്വര്യം, ആജാനുബാഹു, ആശ്ചര്യം, ആഡംബരം, ആഷാഢം, മുഖാന്തരം. മുഖാന്തിരമല്ല, മുഖാന്തരമാണ്. മുന്നാക്കം, യശശരീരൻ, മേഖല, യാദൃച്ഛികം, യൗവനം, രക്ഷാകർത്താവ്, രാപ്പകൽ, രോഗഗ്രസ്തൻ, ലബ്ധപ്രതിഷ്ഠ, ലാഞ്ചന, ലൗകികം, വങ്കത്വം, വസ്തുനിഷ്ഠം, വഷളത്വം, വർധന, വരിഷ്ഠം, വായനാശീലം, വിഡ്ഢിത്തം, വിമ്മിട്ടം. ഓക്കെ, ഇത്രയാണ് നോക്കിയത്. അടുത്ത ഇതുപോലെ ഒരു സെറ്റും കൂടെ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പാർട്ട് 1 കംപ്ലീറ്റ് ആവും. ഓക്കെ, വൈദികൻ. എവിടെയാണ് തെറ്റാൻ ചാൻസ് ഉള്ളത്? ദായും വൈ ആണ് വരേണ്ടത്. അടുത്തത് വയ്യാകരണൻ. അതുപോലെ വയ്യാകരണൻ. വ്യഞ്ജനം. ജായും ഞായും കൂടെ അല്ല, ഞായും ജായും കൂടെയാണ്. ഓക്കെ, വ്യഞ്ജനം. വ്യത്യസ്തം നോക്കണം. ചുനുപ്പുകളെല്ലാം നോക്കണം. വ്യത്യസ്തം. വ്യവസ്ഥ. വൃഷ്ടി. ഇഷ്ട നോക്കണം. വൈശിഷ്ട്യത്തിനും ഇഷ്ട നോക്കണം. ശരത്ചന്ദ്രൻ.
ശരത്ത് എന്ന് എഴുതാൻ ചാൻസ് ഉണ്ട് അല്ലേ? ശരത് ചന്ദ്രൻ അല്ല, ശരത് ചന്ദ്രൻ. ഇച്ഛയാണ് ശരിക്കുള്ളത്. ഓക്കെ. അടുത്തത് ശുപാർശയല്ല, ശിപാർശയാണ്. നമ്മൾ ശുപാർശ എന്നൊക്കെ എഴുതി വെക്കും അല്ലേ? അല്ല, അത് തെറ്റാണ്. ശിപാർശയാണ് കറക്റ്റ്. അടുത്തത് ശ്ലാഘനീയം. ഇഖ, ഘടികാരത്തിന്റെ ഖ. അടുത്തത് ശ്വാസോച്ഛ്വാസം. അതും തെറ്റാൻ ചാൻസ് ഉള്ളതാണ്. ശ്വാസോച്ഛ്വാസം. ഓക്കെ. നെക്സ്റ്റ് ഷഷ്ടിപൂർത്തി. ഇഷ്ട നോക്കണം. സഞ്ജീവനി ഇഞ്ചയാണ്. സജ്ജനം, സമ്രാട്ട്, പതിവ്രതയാണ്. പതിവ്രതയല്ല, അല്ല, വ്രായാണ്. ഓക്കെ. തെറ്റാണ്, വ്രായാണ് കറക്റ്റ്. അടുത്തത് പദ്ധതിതരം. ഇത് തെറ്റാണ്. പദ്ധതിതരമാണ്. ഇത്ഥയാണ് പദ്ധതിതരം. പശ്ചാത്താപം. ഇച്ഛയാണ് എഴുതേണ്ടത്. പശ്ചാത്താപം. പുനഃസൃഷ്ടി. ഈ നാ നോക്കിക്കോണം. സൃഷ്ടിയുടെ ഷാ കഴിഞ്ഞിട്ടുള്ള ഡായി നോക്കണം. അടുത്തത് പ്രക്ഷുബ്ധം. പ്രക്ഷുബ്ധം. അടുത്തത് പ്രതിജ്ഞാബദ്ധം. ബദ്ധം നോക്കണം, ന്യായം നോക്കണം. പെട്ടെന്ന്. പന്ഥാവ്. പന്താവിന് എങ്ങനെയാണ്? നായും ഠായും കൂടെ ഉള്ള പന്ഥാവ്. അടുത്തത് പീഡനം. പീഡനം എങ്ങനെയാണ്? അകത്തോട്ട് കയറ്റേണ്ട, അല്ലാത്ത ഡായാണ്. പ്രദക്ഷിണം. പ്രവൃത്തി. പ്രവൃത്തിയല്ല, പ്രവൃത്തിയാണ്. അടുത്തത് പ്രസ്ഥാനം. പ്രാഗൽഭ്യം. പ്രായശ്ചിത്തം. നോക്കണം. ഇത് പ്രാഗൽഭ്യത്തിന് ചന്ദ്രകല. പ്രാഗൽഭ്യം. പ്രായശ്ചിത്തം. പ്രാരാബ്ദം. നോക്കണം. പഞ്ചരം. ഇത് തന്നെയാണ് ഇത് തന്നെയാണ് ഇവിടെ നോക്കേണ്ടത്. പഞ്ചരം. പാശ്ചാത്യം. ഇഷ്ടാവരണം. പാശ്ചാത്യം. പ്രൗഢി. എന്ത് വേണം? അകത്തോട്ട്. പ്രൗഢി ഒരു ഇത്തിരി എടുപ്പുള്ള വേർഡല്ലേ, അപ്പൊ അകത്തോട്ട് കയറ്റണം എന്ന് ആലോചിച്ചാൽ മതി. അടുത്തത് പരിണത ഫലമാണ്. പരിണത ഫലം. നമ്മൾ പരിണിത ഫലം എന്നൊക്കെ ആയിരിക്കും ഇതുവരെ. പരിണിത ഫലം എന്നൊക്കെ ആയിരിക്കും നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നത്. അല്ല, പരിണത ഫലമാണ്. നയാണ്. ചുറ്റില്ല. ഓക്കെ. അടുത്തത് ബീഭത്സം. ബായാണ്. ബീഭത്സം. തായും സായും കൂടെ ചേരുന്നത്. ഫലഭൂയിഷ്ടം. ഭൂ നോക്കണം. ആദ്യത്തെ ഭ, മൂന്നാമത്തെ ഭ, ഷായ്ക്ക് കൂടുള്ള ഡായും നോക്കണം. അടുത്തത് മഠയൻ. നമ്മൾ എഴുതാൻ ചാൻസ് ഉള്ളത് മഠയൻ എന്നാണ്. ഇത് തെറ്റാണ്, മടയനാണ്. ഓക്കെ. മടവറ് ഡായാണ്. അടുത്തത് ഭോഷത്വം. ഭ നോക്കണം. ഭോഷത്വം. മഹച്ചരമം. വെറും ഇച്ഛായാണ്. ഇഷ്ട വരത്തില്ല, ഈ അച്ഛന്റെ ഛായും വരത്തില്ല. അടുത്തത് മനോദുഃഖം. മനഃപൂർവ്വം. അതിനെല്ലാം ഈ സാധനം വരുന്നത് നോക്കണം. മനസുഖം. മനഃശക്തി. മുക്തകണ്ഠം. 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 അടുത്തത് ഗരുഡൻ. അകത്തോട്ട് കയറ്റാത്ത ഡായാണ്. ഗുമസ്തൻ. നോക്കണം. ഗൃഹസ്ഥനും ഗുമസ്തനും നോക്കണം. ഗൃഹസ്ഥൻ. ചെലവ്. ഗർവിഷ്ഠൻ. ഷാഡടിയിലെ ഡാ നോക്കണം. ചിലടം. ചിലടത്തം എന്നൊക്കെ പറയുന്നത് ചിലടം ആണ്. അത് തെറ്റരുത്. അടുത്തത് ചൂടാമണിക്ക് അകത്തോട്ട് കയറ്റണ്ട. ചിരഞ്ജീവി എങ്ങനെയാണ്? അതും ഇതാണ്. ഈ റൂളാണ് അവിടെ വരുന്നത്. ഇഞ്ഞായും ഇഞ്ചായും. ഓക്കെ. ചിരഞ്ജീവി. അടുത്തത് ചോദ്യചിഹ്നം. ജഗദ്ഗുരു. ചോദ്യചിഹ്നത്തിന് എങ്ങനെയാണ്? ഹായും നായും കൂടെ ഉള്ളത്. ചിഹ്നം. അടുത്തത് ജഗദ്. നോക്കണം. അടുത്തത് ജനാധിപത്യം. ജനാധിപത്യമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇതായാണ് പത്യം. ഓക്കെ. അപ്പം ഇത്രയാണ് വേർഡ്സ് വരുന്നത്. ഇപ്പൊ നമ്മൾ 152 വേർഡ്സ് പഠിച്ചു. ഇനി ഒരു പഠിക്കാൻ എളുപ്പത്തിന് ഞാൻ ഈ സംശയമുള്ളത്, അല്ലെങ്കിൽ പഠിക്കാൻ എളുപ്പത്തിനുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പം അനുഗ്രഹീതൻ അല്ലെങ്കിൽ ഗൃഹീതൻ അങ്ങനെയൊക്കെ വരുന്നത്. അപ്പൊ ഗ്രായായിട്ട് തെറ്റാൻ ചാൻസ് ഉള്ള ഗ്രാഡ് അടിയിൽ വരുന്നതെല്ലാം എഴുതി വെക്കുക. അടുത്തത് ഗ്രീഡ് അടിയിൽ വരുന്നതെല്ലാം എഴുതി വെക്കുക. അതുപോലെ ഇച്ഛ വരുന്നത് തെറ്റുന്നിടത്ത് ഇച്ഛ വരുന്നത്, ഇപ്പൊ ശരത് ചന്ദ്രൻ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഇച്ഛ വരുന്നതെല്ലാം കൂടെ ഒന്ന് എഴുതി വെക്കുക. അടുത്ത ഇച്ഛ വരുന്നത് എഴുതുക. അതുപോലെ ഇച്ഛ വരുന്നത് എഴുതുക. ഇനി എന്ത് ചെയ്യുക? ഇഞ്ച വരുന്നത് എഴുതി വെക്കുക. അതുപോലെ തന്നെ ഞാ വരുന്നത് എഴുതി വെക്കുക. ഇഞ്ചായും ഞായും. ഇനി അടുത്ത എന്തുവാ? ഈടായും ഈടായും. പിന്നെ ഇഷ്ട. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇതിനടിയിൽ വരുന്നതെല്ലാം ഒന്ന് എഴുതി വെക്കുക. എഴുതി വെച്ച് തന്നെ പഠിക്കുക. അപ്പൊ തെറ്റിപ്പോത്തില്ല. ഓക്കെ. ഇനി ഈടാ വരുന്നത് ഈടാ വരുന്നത് അങ്ങനെ എഴുതി വെക്കുക. ഓക്കെ. അങ്ങനെ മാത്രമേ ഇത് പഠിക്കാൻ എളുപ്പ വഴി അതേ ഉള്ളൂ. പിന്നെ ഈധ,
ആ ഈധ അങ്ങനെ തെറ്റിപ്പോകുന്നുണ്ടല്ലോ. ഇനി ഇസ്ത ഇസ്ത ഇങ്ങനെ വരുന്നത്. ഇസ്ത ഈ ഈ ഈ സായുടെ കൂടെ ഈ ധ വരുന്നത്, സായുടെ കൂടെ ഈ സാദാ ത വരുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ അങ്ങനെ എഴുതി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. പരീക്ഷയ്ക്ക് ഓർമ്മ വരത്തുള്ളൂ. അപ്പൊ ഞാൻ പഠിച്ചൊരു മാർഗ്ഗം അതാണ് ഞാൻ നിങ്ങൾക്ക് കൂടെ പറഞ്ഞു തരുന്നത്. ഓക്കെ, ഞാൻ പഠിച്ചത് ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഇത്രയും തരുന്ന വേർഡ് എല്ലാം എഴുതി വെക്കുക. എന്നിട്ട് ഈ ഓരോന്നിനും അടിയിൽ വരുന്നത്, ഇപ്പൊ ഗ്രാ വെച്ചുള്ളത് എല്ലാം അതിനടിയിലോട്ട് എഴുതാം. ഗൃ വെച്ചുള്ളത് എഴുതാം. ചിലപ്പോൾ ആദ്യം ഒരു വേർഡ് ഇപ്പം ഏതെങ്കിലും ഒരെണ്ണം രണ്ടിലും വരുന്നത് കാണാം. ഇപ്പൊ ഏതെങ്കിലും ഒരു വേർഡിൽ തന്നെ ഈടായും വരുന്നത് കാണാം, ഇച്ഛ വരുന്നത് കാണാം. അങ്ങനെ പല പല ഇതിലും കാണും. പക്ഷെ അതെല്ലാം ഈ ഒരു വേർഡ്, നിങ്ങൾ ഒരു വാക്കെടുക്കുക. ആ വാക്കിൽ ഏതെങ്കിലും ഒരു അക്ഷരം ഉണ്ടെങ്കിൽ അതിനടിയിൽ എഴുതി വെക്കുക. എഴുതി വെച്ച് തന്നെ പഠിക്കുക. അപ്പം തിരിഞ്ഞു പോകത്തില്ല. ഇല്ലെങ്കിൽ തിരിഞ്ഞു പോകാനുള്ള നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ഒരു ഓപ്ഷൻ എന്നുള്ളത്, നമ്മൾ സാധാ പറഞ്ഞു വന്നത് അവിടെ കളയുക. എന്നിട്ട് പദശുദ്ധി ഇതിനകത്ത് എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത് അതുപോലെ തന്നെ പറഞ്ഞു പഠിക്കും. ഇപ്പൊ ശുപാർശ എന്നല്ലേ നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അല്ല, ഇനി തൊട്ട് എങ്ങനെയാ പറഞ്ഞു പഠിക്കേണ്ടത്? ശിപാർശ. ഓക്കെ. ശരത് ചന്ദ്രൻ എന്നായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അല്ല, ഇനി മുതൽ എങ്ങനെ പറയണം? ശരത് ചന്ദ്രൻ എന്ന് തന്നെ പറയണം. ഓക്കെ. അങ്ങനെ സമ്രാട്ട് എന്നുള്ളതിന് നമ്മൾ സാമ്രാട്ട് എന്നൊക്കെ പറയും. അല്ല, സമ്രാട്ടാണ്. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് പഠിക്കേണ്ടത്. അങ്ങനെ ഓർത്ത് വെച്ച് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് തന്നെ പഠിക്കുക. പറഞ്ഞു പറഞ്ഞ് കുറെ ആകുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് ഇരിക്കും. പറഞ്ഞ് ഒത്തിരി തവണ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ അത് ഇരിക്കും. പിന്നെ തെറ്റത്തില്ല. ഓക്കെ. അപ്പം കുറെ സമയം എടുക്കേണ്ട, ഒരുപാട് ടൈം ആവും. വീഡിയോയുടെ ലെന്ത് കൂടുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോയത്. ഡൗട്ട് ഉള്ളവര് ഒന്നോ രണ്ടോ തവണ ഇത് കാണാൻ പഠിക്കുക. ഓക്കെ. അപ്പൊ താങ്ക് യു. അപ്പൊ അടുത്ത പാർട്ടുമായിട്ട്, ഇത് ആദ്യത്തെ പാർട്ടാണ്, അടുത്ത പാർട്ടുമായിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ. അപ്പം എല്ലാവർക്കും താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ. താങ്ക് യു.